Hi all, we will discuss resistance welding and discuss it. We will discuss thermit welding process. Thermit welding basically a fusion welding process. Okay, here we will weld the part superheated liquid thermite steel. Superheated liquid formula thermite steel join metals introduce this superheated liquid thermite steel solidify required joint process complete thermite reaction process. This thermite reaction heat energy use weld metals in plastic state plastic state mechanical forces apply required welding in complete ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു തെർമേറ്റ് റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തെർമേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ് തെർമേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കേ, ഈ തെർമേറ്റ് എന്ന് പറയുന്നത് മിക്സർ ഓഫ് അലൂമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് ആണ്. അലൂമിനിയം അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറിനാണ് നമ്മൾ എന്ത് പറയുന്നത് തെർമേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 part of iron oxide to 1 part of aluminum. ഓക്കേ, അലൂമിനിയം നമ്മൾ ഒരു റേഷ്യോ ആക്കി എടുക്കുകയാണെങ്കിൽ 3 times iron oxide എടുക്കണം, Fe2O3. ഇതാണ് ആ ഒരു മിക്സറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്നുള്ള നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തെർമേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് 8Al plus 3 Fe2O3 gives 4Al2O3 plus 9Fe. അതായത് അയൺ ഓക്സൈഡിലുണ്ടായിരുന്ന ഓക്സിജൻ എന്താണ് അലൂമിനിയമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്, എന്നിട്ട് Al2O3 ആയിട്ട് മാറണം. ഈ Al2O3 എന്ന് പറയുന്നത് എന്താണ് സ്ലാഗാണ്. അപ്പോൾ നമുക്ക് സ്ലാഗായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അയൺ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു അയൺ ആയിട്ട് മാറുന്നു. ഈ അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെൽഡ് ചെയ്യേണ്ട മെറ്റൽസിൽ ജോയിൻ പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂസിബിൾ, ഒരു റിഫ്രാക്ടറി ലൈനിങ് ചെയ്തിട്ടുള്ള ക്രൂസിബിളിലോട്ട് എന്താണ് അലൂമിനിയം അയൺ ഓക്സൈഡ് എന്ത് ചെയ്യാണ് സപ്ലൈ ചെയ്യണം. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇൻഫ്ലേമബിൾ പൗഡർ ലാർജ്ലി അത് കൺസിസ്റ്റ് ചെയ്യുന്നത് ബേരിയം പെറോക്സൈഡാണ്. ബേരിയം പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള ഇൻഫ്ലേമബിൾ പൗഡർ നമ്മൾ എന്ത് ചെയ്യാണ് ഈ റിഫ്രാക്ടറി ലൈൻ ചെയ്തിട്ടുള്ള ക്രൂസിബിളിലോട്ട് എന്ത് ചെയ്യാണ് സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അലൂമിനിയം Fe2O3 കമ്പൈൻ ചെയ്തിട്ട് Al2O3 അതുപോലെ തന്നെ 9Fe ആയിട്ട് മാറും. ഇപ്പോൾ Al2O3 എന്ന് പറയുന്നത് എന്താണ് സ്ലാഗായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ജോയിൻറ്റ് പ്രോസസ്സിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അടുത്ത് നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കുക. ഫിഗറിൽ എന്താ കാണാൻ സാധിക്കുന്നത്, നമുക്കൊരു വാക്സ് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഈ വാക്സ് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജോയിൻ ചെയ്യേണ്ട പാർട്സിൻ്റെ ചുറ്റും ക്രിയേറ്റ് ചെയ്യണം. ശേഷം നമ്മളൊരു ഷീറ്റ് അയൺ ബോക്സിനുള്ളിൽ എന്താണ് ഈ ഒരു വാക്സ് പാറ്റേൺ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഈ ബോക്സിനും അതുപോലെ തന്നെ വാക്സ് പാറ്റേണിനിടയിൽ എന്താണ് സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാണ്. സാൻഡ് ഉപയോഗിച്ച് നമ്മൾ റാം ചെയ്ത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ മെറ്റൽ പോർ ചെയ്യാനായിട്ടുള്ള പോറിങ് സിസ്റ്റം അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്റ് ഗേറ്റ്സ് അതുപോലെ തന്നെ റൈസേഴ്സൊക്കെ നമ്മൾ ഈ ഒരു സാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഹീറ്റിംഗ് ഓപ്പണിംഗ് വഴി നമ്മൾ ഒരു ഫ്ലെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ വാക്സ് പാറ്റേൺ എന്ത് ചെയ്യുന്നു ഒരുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ വാക്സ് പാറ്റേൺ ഒരുക്കി പോകുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു വെൽഡ് ചെയ്യേണ്ട പാർട്സിലുണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു റൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ത് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ഹീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം ലിക്വിഡ് മെറ്റൽ ഈ ഒരു ജോയിൻറ്റിലോട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില്ലിങ് എഫക്റ്റ് സ്റ്റീലിൻ്റെ ചില്ലിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രീ ഹീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ടോർച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പ്രീ ഹീറ്റിംഗ് ഗേറ്റ് എന്ത് ചെയ്യുന്നു സാൻഡ് ഉപയോഗിച്ച് പ്ലഗ് ഇൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ സൂപ്പർ ഹീറ്ററായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നു ഈ ക്രൂസിബിൾ വഴി എന്ത് ചെയ്യുന്നു നമ്മളുടെ വെൽഡ് ചെയ്യേണ്ട സർഫസിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വെൽഡിംഗ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം നമ്മൾ മെക്കാനിക്കൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെൽഡിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ തെർമേറ്റ് വെൽഡിംഗ് എന്നുള്ള പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തെർമേറ്റ് റിയാക്ഷൻ, അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് തെർമേറ്റ് മിക്സ്ചർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പാർട്സിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമ്മൾ മോൾഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോവാണ്. മോൾഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സാൻഡ് മോൾഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് മോൾഡിംഗ് ഉണ്ട്. സാൻഡ് മോൾഡിംഗ് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്തിട്ടുള്ള മോൾഡാണ് മോൾഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേസിലാണ് തെർമേറ്റ് വെൽഡിങ്ങിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റെയിൽവേ സെക്ഷൻസിൽ നമ്മളുടെ പാളങ്ങൾ വിണ്ട് കയറുന്ന സമയത്തൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റൈസർ, അതുപോലെ തന്നെ മോൾഡ്, റെയിൽ സെക്ഷൻ തുടങ്ങിയത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ തെർമേറ്റ് മിക്സർ അല്ലെങ്കിൽ തെർമേറ്റ് മിക്സിംഗ് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രൂസിബിളാണ് നമ്മൾ കാണിക്കുന്നത്. ക്രൂസിബിൾ തന്നെ ഒരു കോൺ ഷേപ്പ് വെസൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കറക്റ്റായിട്ട് ലിക്വിഡ് മെറ്റൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ക്രൂസിബിൾ എന്ന് പറയുന്നത് എന്താ, റിഫ്രാക്ടറി ലൈൻ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ റിഫ്രാക്ടറി ലൈൻ ചെയ്തിട്ടുള്ള ക്രൂസിബിളിലോട്ട് നമ്മൾ അലൂമിനിയവും Fe2O3 അതുപോലെ തന്നെ ഈ ഒരു മിക്സർ ബേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേരിയം പെറോക്സൈഡ്, ഇൻഫ്ലേമബിൾ പൗഡറായിട്ടുള്ള ബേരിയം പെറോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, സപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ബേരിയം പെറോക്സൈഡ് സപ്ലൈ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ അലൂമിനിയവും അയേൺ ഓക്സൈഡും ചേർത്തുള്ള മിക്സർ എന്ത് ചെയ്യും, ബേൺ ചെയ്യും. ബേൺ ചെയ്തിട്ട് എന്ത് അലൂമിനിയവും അയേണുമായിട്ട് മാറുന്നതാണ്. ശേഷം ഈ അയേണാണ് നമ്മൾ ലിക്വിഡ് ഫോമിൽ വെൽഡ് ചെയ്യേണ്ട പാർട്ടിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു തെർമേറ്റ് റിയാക്ഷൻ ഇവിടെ നടക്കുന്നു. തെർമേറ്റ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അലൂമിനിയം ഓക്സൈഡ് എന്നുള്ള സ്ലാഗ് എന്ത് ചെയ്യുന്നു, നമ്മൾ മുകൾ തട്ടിൽ അടിഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യുന്നു, താഴെ ഈ വെസലിലൂടെ വന്ന് നമ്മുടെ റെയിൽ സെക്ഷൻ, അതായത് ജോയിൻ ചെയ്യേണ്ട റെയിൽ സെക്ഷനിൽ വന്ന് ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ലിക്വിഡിനെ കൂൾ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടാണ് ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഫ്ലോ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലിക്വിഡ് മെറ്റൽ ഫ്ലോ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട റെയിൽ സെക്ഷനിൽ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ റെയിൽ സെക്ഷനിൽ വന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സോൾഡിഫിക്കേഷൻ പ്രോസസ്സ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിക്വയർഡ് ജോയിൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അഡീഷണൽ വരുന്ന ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ഈ ട്രേയിൽ എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു മോൾഡ് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലാണ് നമ്മൾ തെർമൈറ്റ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് വെൽഡിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്ത ഭാഗം ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ്ഡ് പാർട്ടാക്കി മാറ്റി എടുക്കാറുണ്ട്. ഓക്കെ, ഗ്രൈൻഡിങ് എന്ന മെത്തേഡാണ് നമ്മൾ ഫിനിഷിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പെർമനൻറ്റ് മോൾഡ് ഉപയോഗിച്ചിട്ടുള്ള തെർമേറ്റ് വെൽഡിങ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആനിമേഷനായിട്ടൊന്ന് കണ്ടു നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ റിയാക്ഷൻസും തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡ് എന്താണ്, പെർമനൻറ്റ് മോൾഡാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് സാൻഡ് മോൾഡിങ്ങിൻ്റെ കേസായിരുന്നു. പിന്നെ നമ്മൾ പറയുന്നത് പെർമനൻറ്റ് മോൾഡാണ്. വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.